ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്ലൂബെറി കേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ഞാൻ 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് 240 ml ആണ് കേട്ടോ. ഇതിനകത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് വലിയൊരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇതൊരു 2 ഇരട്ടിയായിട്ട് വരണം. ഇതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു ക്രീം പോലെ ആയിട്ട് വരണം. അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ മിക്സി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മുട്ട ഇതുപോലെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പതപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം കേക്കിനുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേ മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് അളന്നെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. പിന്നെ ചിലർ പറയാറുണ്ട് എപ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടയുടെ ടേസ്റ്റ് വരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ മുട്ട അടിക്കുന്ന സമയത്ത് ഇതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കേക്കിൽ ചേർക്കുന്ന എസൻസ് ഉണ്ടല്ലോ, വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഏതായാലും നിങ്ങൾ കേക്കിൽ യൂസ് ചെയ്യുന്ന എസൻസ് ഈ സമയത്ത് ഈ മുട്ടയുടെ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ടയുടെ ആ ഒരു ചുവ അധികം കാണത്തില്ല. എൻ്റെ കേക്കുകൾക്ക് സാധാരണ അങ്ങനെ വരാറില്ല, അതുകൊണ്ട് ഞാൻ പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതേ മുട്ട കണ്ടോ, ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതായിരിക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴണം. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ ഇതുപോലെ ബ്ലൂബെറി എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്താലും മതി. ബ്ലൂബെറി എസൻസ് ചിലപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്ലൂബെറി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വാനില എസൻസ് ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അഥവാ ബ്ലൂബെറി എസൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. അപ്പോൾ വാനില എസൻസ് ആണെങ്കിൽ 2 ടീസ്പൂൺ, ബ്ലൂബെറി എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതിനകത്ത് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുക. ഒത്തിരി സമയം വേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം എടുത്തു വെച്ച മൈദ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നമ്മൾ ആ മുട്ട നന്നായിട്ട് ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അത് പോവാതെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മൈദയെല്ലാം ഇതിനകത്ത് ഇട്ടു. ഇനി ഇതിനകത്തൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഇനി ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നല്ലതായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിന്ന് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിട്ട് നല്ലതായിട്ട് ചൂടാക്കിയതാണ്. അതിനകത്തൊരു സ്റ്റീൽ റിങ്ങും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി ചെറിയ തീയിലിട്ടിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യണം. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുക്കുന്നിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നു. എനിക്ക് കറക്റ്റ് അരമണിക്കൂറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ ഈ കേക്കിനെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാം. ആ സമയത്ത് തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു പാനിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇതിൽ 1/4 കപ്പ് ബ്ലൂബെറി ക്രഷും കൂടി ചേർത്ത് കൊടുക്കാം. ബ്ലൂബെറി ക്രഷ് നമുക്ക് ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ 1/4 കപ്പ് വെള്ളം, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ബ്ലൂബെറി ക്രഷ് ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഫുൾ ഇതിനകത്ത് അലിഞ്ഞ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം, അത്രയേ ഉള്ളൂ.
കുറുകൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ വെള്ളം തിളച്ചു, ഇത്രയേ ഉള്ളൂ. പഞ്ചസാരയും അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് തണുത്ത് കഴിയുമ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തു. ഇത് ഫിയോണ വിപ്പിംഗ് ക്രീം ആണ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് മധുരമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ മധുരം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ക്രീം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ബ്ലൂബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം. ആ ക്രീമിനും ചെറിയൊരു ബ്ലൂബെറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ബ്ലൂബെറി എസൻസ് ഇല്ലേ, അതുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ക്രഷ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല തിക്കായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബ്ലൂബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ, കാരണം നമ്മൾ കേക്ക് വാനില എസൻസ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂബെറി സിറപ്പൊക്കെ ഒഴിക്കുമ്പോഴാണ് കേക്കിൽ നല്ലോണം ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത ലെയർ ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കാം. ഒത്തിരി ക്രീം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ വെക്കാം. ഞാൻ സാധാരണ ക്രീം കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചും കൂടി ബ്ലൂബെറി ക്രഷ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും. ഓരോ ലെയറിലും 2 ടേബിൾ സ്പൂൺ. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തന്നെ വീണ്ടും അടുത്ത ലെയറും റിപ്പീറ്റ് ചെയ്യാം. കേക്ക് വെച്ചു, ആവശ്യത്തിന് നന്നായിട്ട് തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ക്രീം വയ്ക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനത്തെ ലെയർ ഫുള്ള് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കണം. കേക്ക് ഫുള്ള് കവർ ചെയ്യണം. ആദ്യം ഞാൻ ഈ ക്രീം വെച്ച് തന്നെ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് കുറച്ചൊരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് പർപ്പിളും ഈ നേവി ബ്ലൂ കളറും, കളർ മാജിക്കിൻ്റെ നേവി ബ്ലൂ കളറും കൂടി ചേർത്തിട്ട് ഒരു കുറച്ച് ആ ഒരു ബ്ലൂബെറി ഷെയ്ഡ് വരുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3-4 തുള്ളി പർപ്പിൾ കളറും ഒരു 2 തുള്ളി നേവി ബ്ലൂ കളറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഇതുപോലൊരു കളർ കിട്ടും. അപ്പോൾ ഈ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഫുള്ള് കവർ ചെയ്ത് എടുത്തത്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. സാധാരണ എല്ലാവരും ഈ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് ചെയ്ത് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് അത്ര താല്പര്യമില്ലാത്തതായതുകൊണ്ട് ഞാൻ ക്രീം വെച്ച് തന്നെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റാർ നോസിലാണ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റോസസ് പൈപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ റോസസ് പൈപ്പ് ചെയ്യുന്ന ക്രീമിൽ ഞാൻ കുറച്ചും കൂടി നേവി ബ്ലൂ കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. 1-2 തുള്ളിയും കൂടി ചേർത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഒന്ന് നല്ലോണം എടുത്തറിയാൻ പറ്റും. ഇനി അതേ നോസിൽ വെച്ച് തന്നെ താഴെ ഒരു ബോർഡറും കൂടി കൊടുത്തു. കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ പോലെയാണ് കൊടുത്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും അതിനകത്ത് വേണമെങ്കിൽ കളർ ചേർക്കാം. ഈ പർപ്പിൾ കളറും നേവി ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിനും ആ ഒരു നല്ലൊരു ബ്ലൂ കളർ കിട്ടും. അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഞാൻ കുറച്ച് സിൽവർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഓരോ റോസസിലും വെച്ചു. പിന്നെ കേക്കിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബ്ലൂബെറി കേക്ക് റെഡി. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്ലൂബെറി കേക്ക് ഇതാണ്. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ആ ബ്ലൂബെറി സിറപ്പിൻ്റെയും അതുപോലെ ബ്ലൂബെറി ക്രഷ് നമ്മുടെ ക്രീമിലായാലും വളരെ മൈൽഡായിട്ടുള്ളൊരു ബ്ലൂബെറി ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.